ഇന്നത്തെ ഒരു കാര്യം പറയാം. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും സെയിൽസിനായിട്ട് കുറേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെയും വരും. എന്തായാലും ഒരു മാസം ഒരു 2-3 പേരെങ്കിലും ഈ ഏരിയയിൽ വരാറുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ ആരും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ല ആ സമയത്ത്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സമയത്താണ്, അല്ലെങ്കിൽ പൈസ കയ്യിലില്ലെങ്കിൽ ഞാൻ അവർ വരുമ്പോഴേ പറയും, എൻ്റെ ഈ പൈസ ഇല്ല കേട്ടോ, എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള ഇതുണ്ട്, പക്ഷേ എൻ്റെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളയണമെന്നില്ല. കാരണം സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രെയിനുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലല്ല ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംഭാഷണവും ഒരാളുടെ സംസാരം തമ്മിലൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന ആ ഒരു രീതിയും അപ്പോൾ ഞാൻ എടുക്കുന്ന സ്ട്രെയിനും ഒരു രീതിയും, പക്ഷേ ഞാനൊരാളോട് സംസാരിക്കുന്നു, അയാൾ തിരിച്ച് മറുപടി പറയുന്നു, അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു സ്ട്രെയിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അവരോട് പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ എമൗണ്ട് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ വെറുതെ സമയം കളയണ്ട, മറ്റ് എടുത്ത് പൊക്കോ, ഇനി നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറയാറുണ്ട്. ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിലൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനപ്പം അവരാരെങ്കിലും വരികയാണെങ്കിൽ വാങ്ങിക്കണമെന്ന് തന്നെ മനസ്സ് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഞങ്ങൾ പാല് മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ ചേട്ടനും ചേച്ചിയുണ്ട്, അവരോട്ടൊക്കെ നമ്മൾ സഹകരിക്കുന്നതാണ്. അപ്പം ആ വീട്ടിൽ ആ ചേച്ചി വാതികരിക്കുന്ന ഒരു കൊച്ചനാണ്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ നിന്നില്ല, തിരിച്ച് പാല് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പം അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയുന്ന ഇവിടെ ഉള്ളത്. അപ്പം ചോദിച്ചാൽ മലപ്പുറത്താണ് അതിൻ്റെ വീട് എന്ന് പറഞ്ഞു. അപ്പോൾ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇത്രയും. അപ്പം ആവി പിടിക്കുന്നത്, പിന്നെ ചോപ്പ് ചെയ്യുന്നത്, ലിക്വിഡ്, ഹാൻഡ് വാഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ, തേയില ഒക്കെ ഉണ്ട്, കുറേ പാത്രവും ഒക്കെയുണ്ട്. അപ്പം ആ ചേച്ചി, ഞാൻ പറഞ്ഞു ഇത് ഓരോന്നിന് വിലയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കുന്നെങ്കിൽ എടുക്ക്. അപ്പം പിന്നെ പെയിൻ മാറുന്നതിൻ്റെയൊക്കെ എന്തോ ലിക്വിഡും ഒക്കെ ഉണ്ട്. അപ്പം ചേച്ചിയുടെ ഇവിടെ ഞാൻ പറഞ്ഞു അതാ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങോട്ടങ്ങ് വരണ്ട എന്ന് പറഞ്ഞു. എങ്കിലും അവർ വരും. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, അത് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയത് നമുക്ക് വാങ്ങിക്കണം എന്ന് കരുതി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെയാണോ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അവർ പറയുന്നത് പലപ്പോഴും നമ്മൾ കുറച്ചെങ്കിലും ആളുകൾ ഇത് വെറുതെയാണ്, പൊട്ടത്തരമെന്ന് വിചാരിക്കും. ചിലരത് വിശ്വസിക്കും, അതിനുവേണ്ടി കാശ് മുടക്കുന്നവരുണ്ട്, അവരുടെ കഷ്ടപ്പാടുമൊക്കെ ഓർത്തിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇപ്പോൾ എൻ്റെ ഇച്ചിരി പൈസ ഉണ്ടല്ലോ, വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. മറ്റൊന്നുമല്ല, നല്ല ചൂടത്താണ് ഇത് നടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ 1 മണിയായി. അപ്പം ഞാൻ ചോദിച്ചു, ഫുഡ് കഴിച്ചോ? അപ്പോൾ ആദ്യം ചേച്ചി, ഞാൻ പറഞ്ഞു എല്ലാം നടന്നത് തന്നെ, ചെറിയത് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ചേച്ചി ഞാൻ അപ്പം വെള്ളം കൊണ്ട് കൊടുത്ത് ഞാൻ ചോദിച്ചു ഊണ് കഴിക്കാൻ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി അവിടെ ഹൈവേ ചെല്ലണം, എന്നിട്ട് ഊണ് കഴിക്കത്തുള്ളൂ, 1:30 ഞാൻ ഊണ് കഴിക്കാൻ സമയമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം കുറേ സമയം ഞാൻ പറഞ്ഞു, ഞാൻ ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ എടുക്കാം, വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വെയിലും കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ തേയില വാങ്ങിച്ചു. അതൊരു നമ്മൾക്ക് അറിയാവുന്നതാണ് ആ തേയില, അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പം വേറെയും കുറേ ഞാൻ പറഞ്ഞു, എല്ലാം കൂടെ വെറുതെ എടുത്ത് തൻ്റെ വായിലെ വെള്ളം വെറുതെ വറ്റിക്കണ്ട, ഞാൻ ഇതെടുത്തോളാം, ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പൈസയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി, ഞാൻ പറഞ്ഞു ഞാൻ ട്യൂഷൻ സെൻ്ററിലെ ടീച്ചറാണ്, അപ്പോൾ എന്നെടുത്ത് അപ്പം വെറുതെ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് പറഞ്ഞ്, വലിയ പ്രായമൊന്നും ഇല്ലാത്തൊരു കൊച്ചനാണ്. അങ്ങനെ സംസാരിച്ചിട്ട് പോയി. അതങ്ങോട്ട് പോവുകയും ചെയ്തു. ഞാനത് വാങ്ങിക്കുകയും ചെയ്തു തേയില. കാരണം എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡാണ്, നല്ല ഇതാണ് എന്നെനിക്കറിയാവുന്നതാണ്. കാരണം ഞാൻ കടയിലൊക്കെ ഇരുന്ന സമയത്തെ ഞങ്ങൾക്കൊരു കടയുണ്ട്. അപ്പം അവിടെ ഞാൻ കുറച്ച് നാൾ കട കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ഇതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് അതൊക്കെ നമുക്കറിയാം, അവിടെ നമ്മൾ വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചത്. എന്നിട്ട് അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ആ എമൗണ്ട് കൊടുത്തു. അതെത്ര അതിന് കിട്ടും എന്നൊക്കെ അതിന് കിട്ടുമ്പോൾ ഇല്ലേ, നമ്മളൊരു പ്രോഡക്റ്റ് അതിൻ്റെ നിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മനസ്സിലറിയാം ഇതിന് ഇത്ര വിലയാണ്, ഇത് ഇത്രയും വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷം, ഇതേ സന്തോഷം തന്നെയാണ് ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്യുമ്പോഴും
ഒരാളൊരു പ്ലാൻ എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിൽ നിന്ന് ഇപ്പം ഇത്രയും പ്രോഡക്റ്റ് അത് വിറ്റ്, അപ്പുറത്തെ ആ ചേച്ചി ഏതാണ്ടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞു, അപ്പോൾ അത്രയും പ്രോഡക്റ്റുകൾ അത് വിൽക്കുന്നു, അതിൽ നിന്ന് ഇത്ര രൂപ കിട്ടുന്നു, അതിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള എമൗണ്ട്, ചായ കുടിക്കാനുള്ള എമൗണ്ട് മാറ്റി കഴിയുമ്പോൾ ഒരു ദിവസം എനിക്ക് ഇത്ര രൂപ ഇന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷയായിട്ടായിരിക്കും അതും അതിൻ്റെ ജോലി ചെയ്യുന്നത്, ഇല്ലേ? ഇതേപോലെ തന്നെയാണ് ഞാനും ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ പ്രോഡക്റ്റുകൾ എന്നുള്ള രീതിയിൽ എൻ്റെ പ്ലാൻസുകളെ കുറിച്ച് പറയുന്നു. ചില ആളുകൾ അത് തർക്കിക്കുന്നു, ചില ആളുകൾ പിന്നെ ചെയ്യാമെന്ന് പറയുന്നു, ചിലർ വെറുതെ ആയാലും പറയുന്നു നമുക്കൊരു ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ദിവസം കുറച്ച് പേര് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എല്ലാത്തരും ഓരോ രീതിയിലും നമ്മളോട് ഓരോ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും നമുക്ക് ഓരോ പ്രതീക്ഷകളും മറ്റും കിട്ടുകയാണ്. അപ്പം എനിക്കെന്താണോ ഫീൽ ചെയ്യുന്നത്, ഓരോ പ്ലാൻസും പറയുമ്പോൾ ആരെങ്കിലും അത് പ്ലാൻസ് അതിൻ്റെ മറ്റൊരു രീതിയാണ്, അതിൻ്റെ അതേ രീതിയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ഒരേ ആളുകൾ ചിന്തിക്കുന്നത് ഒരേപോലെ ആയിരിക്കും. രണ്ടുപേരുടെ ലക്ഷ്യം എന്താണ്? ആ പ്രോഡക്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ എടുത്തു. കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത്, ആ ജോലിയാണ് അതും ചെയ്യുന്നത്. ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അതേപോലെ മറ്റൊരു രീതിയിൽ തന്നെ ആണെങ്കിലും അതേ മേഖലയിൽ തന്നെ അല്ലെങ്കിലും ആ ഒരു മെത്തേഡ് അതും ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഞാനതിൽ നിന്ന് ഒരെണ്ണം എടുത്തില്ലെങ്കിൽ അതെനിക്കൊരു വിഷമമായിട്ട് നിൽക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അപ്പം പൈസ ഉള്ളതുകൊണ്ട് അത് കൊടുത്ത് ഞാൻ എടുത്തു, അല്ലേ? ഇതൊരു ചെയിൻ പോലെയാണ്. ഒരാളെ സഹായിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിലൊന്നിനും ഒരു നിലനിൽപ്പുമില്ല, അല്ലേ? നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യും. അപ്പം ഒരുപാട് ആസ്തിയുള്ളവർ എത്രയോ പേര് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അവരാരും തന്നെ ഇങ്ങനൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുള്ള മനസ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള അവസ്ഥ എന്താണ്? 2 ദിവസത്തിനും ഇന്ന് ഞാൻ കണ്ടൊരു കൊച്ചു കുഞ്ഞ്, തീരെ ചെറിയ കുഞ്ഞ്, അതിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ അച്ഛനും അമ്മയും അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ മറ്റു പലരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകുകയില്ലായിരുന്നു, അല്ലേ? ആ അമ്മയ്ക്കും അച്ഛനും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഓക്കെ. പക്ഷേ മറ്റേതെങ്കിലുമൊക്കെ കുട്ടികൾ അച്ഛനും പുതിയൊരു ജീവനായിട്ട് അവർക്കൊപ്പം ചേരുക എന്ന് പറയുമ്പം അത് വലിയൊരു കാര്യമാണ്, അല്ലേ? ഒരു ചൊല്ലുണ്ട്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നതിൻ്റെ അത് എത്രയധികം ചിന്തിക്കാൻ പാടില്ലെങ്കിലും ഞാൻ പറയുകയാണ്, ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു നേട്ടം എന്ന രീതിക്കും അപ്പുറം ഒരു മനുഷ്യത്വവും ഒരു കരുണയും, അല്ലേ? നമ്മുടെ സഹജീവികളോടുള്ള ഒരു സ്നേഹവും ഒക്കെ നമ്മൾ മാത്രമാണ് കാണുന്നത്. അല്ലാതെ മരണശൈലിയിൽ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്നങ്ങനെ ചെയ്തില്ലല്ലോ, എനിക്ക് എത്ര അവസരങ്ങൾ കിട്ടി, ഞാൻ ഈ പണമെല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ സമയത്തുണ്ടായിട്ട് കാര്യമില്ല. ചെയ്ത തെറ്റുകളെ ഓർത്തിട്ട് ആ നിമിഷം ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, സമയം കഴിഞ്ഞു പോയി. അപ്പം ഭൂമിയിൽ എല്ലാ ജീവികൾക്കും തുല്യ പ്രാധാന്യമുണ്ട്, അല്ലേ? ബഷീർ പറയുന്ന പോലെ എല്ലാ ജീവികളിലും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ഞാൻ വലിയ കാശുകാരനായിട്ട് അതിനകത്തൊന്നും ഒരെണ്ണം കൊടുക്കാമെന്നല്ല, എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് എൻ്റെ മഹത്വം, അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ, അല്ലേ? ഒരാൾക്ക് ഒരാപത്ത് അല്ലെങ്കിൽ അവർക്കൊരു സഹായമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? അല്ലാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയല്ല ഇങ്ങനെയല്ല ആരെയും വിശ്വാസമില്ല ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അപ്പം നമ്മൾ പരസ്പര സഹായം, വിശ്വാസം ഇതൊക്കെ ആലോചിച്ച്, അല്ലേ, മുന്നോട്ട് പോകാനായിട്ട് ഉള്ള മനസ്സ്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ ഇന്ന് 14 തീയതി ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു സാറുണ്ട്, ഈശ്വരൻ നമ്പൂരി സാറെന്നാണ്. സാറ് പറഞ്ഞത്, എന്തിനാണ് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്? ഒരു ദുഷ്യന്ത ദിനമോ ശകുന്തള ദിനമോ ഒക്കെ ആഘോഷിക്കരുതോ എന്ന് സാറ് പറയും. അപ്പം
വാലന്റൈൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല എന്നൊക്കെ സാറ് പറയുന്നേക്കാം. എന്തായാലും ഇന്ന് ഒരുപാട് പേര് തങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം, ഇല്ലേ? ഒന്നിച്ച് ജീവിക്കുന്നവരും വിഷ് ചെയ്യുന്നുണ്ടാവാം. എന്തുവായാലും ഏത് തരത്തിലുള്ള സ്നേഹമായാലും പരസ്പര വിശ്വാസം, ഒരാളെ പരസ്പരം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു വിശ്വാസം ആഴത്തിൽ മനസ്സിലാക്കുക, ആഴത്തിൽ അറിയുക, അവിടെ മാത്രമാണ് ഒരു മഹത്വം നിലനിൽക്കുന്നത്. അല്ലാതെ പുറമേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി, അല്ലേ, ഷോ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ കാണിച്ച് ഒന്നുമല്ല. ഒരാപത്ത് വരുമ്പോൾ കൂടെ നിർത്താനുള്ളൊരു മനസ്സ്, തൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവാണത്, അവരോടുള്ള കടമകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുവാൻ എല്ലാവർക്കും തോന്നണം, അല്ലേ? അല്ല ഒന്ന് കേട്ട് രണ്ടാമത്തേന് എല്ലാം ഇട്ടെറിഞ്ഞ് വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നതല്ല. നമ്മുടെ ഒപ്പമുള്ളവരുടെ സന്തോഷം, അവരുടെ സമാധാനം, അവരെ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സുഖമാണോ, അല്ലെങ്കിൽ നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് ഇന്നൊരു ദിവസമെങ്കിലും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കുക. അവർ കഴിച്ചോ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. അതിനൊക്കെ ഉള്ളൊരു സ്നേഹത്തിൻ്റേതാണ്. അങ്ങനെ ഒരു പ്രണയം എന്നുള്ളതല്ല, എല്ലാ വിധത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ദിവസവും കൂടി ആയിക്കൊള്ളട്ടെ ഇന്നത്തെ ദിവസം. ഇതിന് തീരാൻ കുറച്ച് മണിക്കൂറുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴെങ്കിലും ഒരു ഓർമ്മ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചോദിച്ച് ആ സ്നേഹം ഒന്ന് പങ്കിട്ടാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ.